കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയുടെ കാര്യങ്ങൾ കേട്ട് എപ്പോഴും വഴക്ക് പറയുന്ന ഒരാളുണ്ട്, ഭാസ്കരൻ. എന്താ മോളെ, നീയാണെങ്കിൽ എന്നും എന്നെയാണല്ലോ വഴക്ക് പറയാൻ വരുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ തിരിച്ചങ്ങോട്ട് പറയാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞാൻ നിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മക്കൾ പോലും എന്നെ ഇങ്ങനെയൊന്നും വകവെച്ചിട്ടില്ല, ഞാനവർ പറഞ്ഞത് കേട്ടിട്ടുമില്ല. പക്ഷേ മോള് വന്നേ പിന്നെ മോളടുത്ത് സംസാരിച്ച് പിന്നെ എനിക്കാണെങ്കിൽ എല്ലാം ഒരു മാറ്റം തന്നത് മോളാ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ എന്ത് പറഞ്ഞിരുന്നാൽ ഞാൻ കേൾക്കും കേട്ടോ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് നിധി പറയുക, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ മക്കളെ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. അതിൽ മൂത്തയാളുടെ സുഭാഷേൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കല്യാണത്തെക്കുറിച്ച്, അത് നോക്കാമല്ലോ, അവൻ തന്നെ ഒരാളെ നോക്കിയിരിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഭാഷ് പറയുക, ഞാൻ ആരെ നോക്കി വെച്ചിരിക്കുന്ന നിങ്ങൾ പറയുന്നത്? അത് ആരാന്ന് നിനക്കറിയില്ലേ? അവിടെ ഒരു ഹിന്ദിക്കാരി ഉണ്ടല്ലോ, അവളാണെങ്കിൽ എൻ്റെ അടുത്ത് ഇതിൽ ഉടക്കാൻ വേണ്ടി വന്നതാ, ഞാൻ അവളെ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ ജോലി ചെയ്യുന്ന കുട്ടിയാണ് അവിടെ, അതിനെ കൂടെ വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊരു ഹിന്ദിക്കാരി കുട്ടിയല്ലേ, ആ രീതിയിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അതുമാത്രമല്ല ഞാനാണെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞൊക്കെ ഉണ്ടാക്കുന്നത്? ഇവരുടെ അടുത്തേക്ക് സംസാരം കേട്ട ഞാനും ആ ഹിന്ദിക്കാരി തമ്മിൽ പ്രേമം ഒന്നാ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി ചിരിച്ചുകൊണ്ട് പറയുക, അത് ശരി തന്നെയാണ്, ഞാനിന്നലെ പോയപ്പം നികേഷിൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. അത് എവിടെയെന്നറിയാവോ? എവിടെയെന്ന് പറയാൻ അച്ഛനറിയാമല്ലോ. അച്ഛനാണെങ്കിൽ എന്ന് നിൽക്കുന്ന ആ കവലയിൽ തന്നെയാണ്. അവിടെയാണെങ്കിൽ റോഡിൽ ഞാൻ നിന്നപ്പോഴത്തേക്കും വെതിച്ചിട്ട് കയറി നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, അവന് വരെ പ്രേമമുണ്ട്, പിന്നെയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ നിധിക്കില്ലല്ലോ? എനിക്കില്ല, അത് ശരിയാ. പക്ഷേ ഈ ഒരു അബദ്ധത്തിൽ സുധീഷ എൻ്റെ ബേക്കിൽ നിന്ന് ഇപ്പോഴും നടക്കുന്നത്, അതെന്താണെന്ന് എനിക്കിതുവരെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ആദ്യം അത് മാറ്റിയെടുക്കണം. എന്തായാലും അവൻ കല്യാണം കഴിച്ച് ഇത്രത്തോളം ആയില്ലേ, ഇനി അവൻ പറയുന്നതൊക്കെ കേൾക്കണം, നല്ലൊരു മാറ്റം നിനക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, ഇനി കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നാൽ ഞാൻ എന്തെങ്കിലും പറയും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്ത് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് നികേഷുമായിട്ട് വരുന്നുണ്ട്. വന്നിട്ട് പറയുക, ഇന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാനാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് നിങ്ങളിത് ചോദിക്കാൻ വേണ്ടി വന്നതാ. സുഭാഷിട്ടൻ എന്തെങ്കിലും വെച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, വൈകുന്നേരം ഇന്ന് നിങ്ങൾ വാങ്ങിച്ചോ, ആരുടെ ചിലവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറയുമോ സുധീഷിൻ്റെയാന്ന്. ഇപ്പം സുധീഷിനെന്താ നല്ല പൈസയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിധി എല്ലാവർക്കും ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷും നികേഷും കൂടി റോഡിൽ പോകുന്ന സമയത്ത് ആ റോഡിലെ വശത്ത് ചാരി നിൽക്കുക മതിൽ. അപ്പോഴത്തേക്കും വരുന്നുണ്ട് നീതുവിൻ്റെ ആങ്ങള വരുന്നുണ്ട്, അഖിൽ. വന്നിട്ട് പറയുക സുധീഷിൻ്റെ അടുത്ത്, എന്താ നീ മിണ്ടാതെ പോകുന്നത്, നീ ഞങ്ങളെയൊന്നും കണ്ടില്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെനിക്ക് പുറത്തുനിന്ന് പണി തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, നീ കാരണോ പോലീസ് സ്റ്റേഷനിൽ അവളെ കൊണ്ട് വിളിപ്പിച്ച് ഇത്രയാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി തന്നെയാണ്, നിനക്കെന്തെങ്കിലും ഇനിയും കേസ് കൊടുക്കണം, നീ കൊടുക്ക്, എനിക്ക് ആരാ ആദ്യം അകത്ത് പോകുന്നതെന്ന് നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉന്തും തള്ളുമാവുന്നുണ്ട്. സുധീഷ് പറയുക, നീ നിൻ്റെ എന്ത് കാര്യം നോക്കി പെയ്യാ പോരായിരുന്നോ, നീ എന്തിനാ ഇങ്ങോട്ട് ബഹളത്തിന് വരുന്നേ? നിങ്ങളല്ലേ വന്നത്, ഞാനാണോ? നിങ്ങളെന്തിനാ ഇനി എൻ്റെ അടുത്ത് ഇനി ബഹളത്തിന് നിൽക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ, നീയാണെങ്കിൽ എൻ്റെ പെങ്ങളെ കറക്കിയെടുത്ത് വെച്ചിരിക്കുകയല്ലേ? തന്നെ ഞാൻ കറക്കിയെടുത്ത് വെച്ചിരിക്കുക തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നീ മനസ്സിലാക്കണം, ഇനിയാണെങ്കിൽ ഞാനാണെങ്കിൽ അവളെ കൊണ്ടുവിടാൻ എനിക്കറിയാമെങ്കിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനും എനിക്കറിയാം. അതുകൊണ്ട് നീ അതൊന്നും എന്നെ പഠിപ്പിക്കുകയെന്ന് വേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ പെങ്ങളെ നിനക്ക് പോലും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇന്നലെ വന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതാ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാവുകയും എല്ലാവരും വന്ന് വിളിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് പോകുന്നുണ്ട് അഖിലിനെ. ഈ സമയത്ത് സുധീഷ് വന്ന് വീട്ടിൽ പറയുന്നുണ്ട്,
ഇന്ന് ഞങ്ങൾ തമ്മിൽ ഒരു അടിപിടി ചെറുതായിട്ടുണ്ടായി. റോഡിൽ വെച്ച് കടയിലേക്ക് പോകുന്ന വഴിക്ക് അവൻ വരുന്ന കണ്ട് നമ്മളവിടെ നിന്നതാ. ആ സമയത്ത് ഞങ്ങളാണെങ്കിൽ അങ്ങോട്ടാണ് ഇന്ന് പോയത്. അവന് അത്രയ്ക്ക് ഷോ ആയിരുന്നല്ലോ നിധിയുടെ കാണിച്ചത്. അതിന് കുറച്ചെങ്കിലും നമ്മൾ തീർക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇത് പോയി അഖിൽ വീട്ടിൽ പറയുന്നതും. ഇത് കേട്ടിട്ട് നീതുവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയുടെ അടുത്തും പോയി പറയുന്നുണ്ട്. ഇതുകൂടെ കേൾക്കണം നിങ്ങൾ. ഇന്ന് ഞാൻ റോഡിൽ പോയപ്പോഴത്തേക്കും ഇവളെ അവനില്ലേ, പേര് തന്നെ എനിക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേരങ്ങനെ നിധിയുടെ കൂടെ സുധീഷിൻ്റെ കൂടെയും ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കേസ് കൊടുക്കാൻ നടന്നേ. അവനാണെങ്കിൽ ഇന്ന് എന്നെ അടിക്കാൻ നോക്കി, ഞാനും വിടുവോ, ഞാനും കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് നിങ്ങൾക്ക് വഴക്ക് മാത്രമേ ഉള്ളൂ, ഹരീഷിനെ കുറിച്ചായിരിക്കും പറയുന്നത് എന്ന് പറയുന്നുണ്ട് നീതു. നിൻ്റെ ഹരീഷിനെ കുറിച്ച് തന്നെയാണ്. ഇനി അവൻ്റെ വീട് ഈ പേര് പോലും ഇവിടെ മിണ്ടിപ്പോവല്ലേ, എനിക്ക് അത് കേൾക്കുന്നത് തന്നെ അറപ്പാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുക, അങ്ങനെ അറപ്പാണെങ്കിൽ പിന്നെ ഞാൻ കല്യാണം കഴിച്ചാൽ പിന്നെ ആ അറപ്പൊക്കെ മാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ലല്ലോ, നിന്നെ അടിച്ചാലും നീ നന്നാവില്ല, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അച്ഛനും അമ്മയും ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഹരീഷിൻ്റെ ഞാൻ ഇനിയും കാണുകയും ചെയ്യും, ഇനി മിണ്ടുകയും ചെയ്യും. ഇന്നും കണ്ടു, നാളെയും കാണും എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയുക, നിനക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമല്ലേ അറിയാവുള്ളൂ, എപ്പോഴെങ്കിലും നമ്മുടെ വിഷമം നീ കണ്ടിട്ടുണ്ടോ? നീ പിന്നെ എന്തോന്ന് ഉദ്ദേശിച്ചാൽ അവിടെ കല്യാണം കഴിച്ച് പോകണമെന്ന് നിനക്ക് ആഗ്രഹം? ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആഗ്രഹത്തിന് ഇഷ്ടത്തിന് എല്ലാവരും അറിഞ്ഞുള്ള കല്യാണം മാത്രമേ നടക്കുകയുള്ളൂ എന്ന്. ഇനി നീ ഈ വീട് വിട്ടു പോയതുപോലെ അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പോകില്ല, പക്ഷേ നിങ്ങൾ സമ്മതിച്ച് നിങ്ങളായിട്ട് നടത്തി തരണം, എങ്കിൽ ഞാൻ ഒരിടത്തും പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അച്ഛൻ പറയുക, നിനക്കാണെങ്കിൽ വേറൊന്നും പറയാനില്ലേ, നിർത്ത്, ചെവിയടച്ച് ഈ വീടിനകത്ത് ഇരിക്കാൻ പാടില്ല ഇപ്പോൾ 5-6 ദിവസം കൊണ്ട്. ഒരു ഹരീഷ് നീതു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോളും, അമ്മയും മോനും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് അഖിൽ പറയുക, അച്ഛനും ഇപ്പോൾ എവിടെ വശത്തായോ? അച്ഛനാണെങ്കിൽ മോള് അവൻ കെട്ടണത് ഭയങ്കര ഇഷ്ടമാണോ? എങ്കിൽ കെട്ടിക്കൊടുക്ക്, ഞങ്ങളൊന്നും ഇതിന് പങ്കെടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നീതു പറയുക, അച്ഛനാണെങ്കിൽ പാവോ, അച്ഛനാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് അതുപോലെ കാണിക്കും, പക്ഷേ നിങ്ങൾ രണ്ടുപേരാ എന്നെ ഇത്രയും ഉപദ്രവിച്ചത്, ഞാനത് ഒരിക്കലും മറക്കേയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് നീതുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അഖിൽ. അഖിൽ പറയുക, കണ്ടോ അവൻ എത്ര ധൈര്യം ഉണ്ടായിരുന്നിട്ടാ ഈ വീട്ടിൽ ഇപ്പോഴും ഫോൺ വിളിക്കാൻ. അവനാണെങ്കിൽ വിളിച്ചോട്ടെ, ഇനി ഇതിൻ്റെ പേരിൽ ഇനി അടുത്തെനിക്ക് കേസെന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് നീതുവിൻ്റെ അമ്മ. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ എല്ലാവരും അവിടെ ഇരുന്നപ്പോഴത്തേക്ക് പറയുക, എന്തായാലും ഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്ന് സുധീഷ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, എല്ലാവരും എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഭാസ്കരനെ എടുത്ത് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞേക്കാം, ഇനിയെങ്കിലും നിങ്ങൾ ഈ അടിപിടിയൊക്കെ നിർത്തണം. ഞാൻ റോഡിൽ പോയപ്പോഴത്തേക്ക് ഇന്നും എന്തിനാ നീതുവിൻ്റെ ആങ്ങളായിട്ട് നിങ്ങൾക്ക് അവിടെ അടി ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞല്ലോ. പണ്ടാണെങ്കിൽ ഞാൻ അടി വയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പരാതി, ഇപ്പം മക്കൾ തുടങ്ങിയിരിക്കുക, ഒരുത്തന്മാർ നന്നാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, എന്താ അച്ഛാ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും വഴക്ക് പറയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇവന്മാർ പറയിപ്പിക്കുകയല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് ഹരീഷും നികേഷും കൂടെ ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇല്ല, നമ്മളെയൊക്കെ ജാതകങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ജാതകമോ? ഇല്ല, ഞങ്ങൾ ജനിച്ചപ്പോൾ ജാതകം എഴുതുമല്ലോ, അത് സൂക്ഷിച്ച് വെച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചതാ. എല്ലാവരുടെയും ജാതകമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളെ തലയിലെഴുത്ത്. ഒരുത്തന്മാർക്കും കല്യാണം നടക്കുകയില്ല, നടന്നു കഴിഞ്ഞാൽ അത് ഒരു യോഗം ഇല്ലാത്ത ഒരു ജാതകക്കാരന്മാരാണ് നിങ്ങളെല്ലാവരും. കല്യാണം കഴിഞ്ഞാലും എന്തായാലും ഉപേക്ഷിച്ച് പോവാൻ്റെയും ഡൈവേഴ്സായി പോവാൻ്റെയും കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് അത് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും എല്ലാവരും വിഷമത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നിധി പറയുക, ഇല്ല അച്ഛാ, ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടിയാ ജാതകം നോക്കി കല്യാണത്തിന് സമയം എപ്പോഴാണെന്ന് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സുഭാഷ് പറയുക, എനിക്കിനി ജാതകം നോക്കാനും ഒന്നും എൻ്റെ കാര്യത്തിൽ നോക്കിയൊന്നും വേണ്ട, ഒരു ജാതകം നോക്കി തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ വിഷമം ഇതുവരെ തീർന്നിട്ടില്ല, ഇനി അടുത്ത് നോക്കിയിട്ട് എന്ത് പറയണമെന്നറിയില്ല, അതുകൊണ്ട് അത് നോക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്.
അപ്പോഴത്തേക്ക് സുധീഷ് പറയുക, എന്തിനാ നോക്കാതിരിക്കുന്നേ? അന്ന് അമ്മായിയുടെ വാക്ക് കേട്ട് പൈസയും കൊടുത്ത് കൊണ്ടുവന്ന ആ കള്ള ജോത്സ്യന്മാരെ പോലെയല്ല, നല്ല ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് നല്ലതായിട്ട് നോക്കിപ്പിക്കണം, അപ്പോൾ കാര്യം അറിയാം കല്യാണം എപ്പോഴാണ് നടക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് സുഭാഷ് പറയുക, ഇനി എൻ്റെ മുമ്പ് വെച്ച് ഈ ജാതകം നോക്കലൊന്ന് മതിയാകണം, അതുമാത്രമല്ല സമയമാകുമ്പോൾ എല്ലാം നടക്കും, ഇനി എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി സുഭാഷേൻ്റെ കല്യാണം, അതാ ഞങ്ങൾ ഇനി അടുത്ത സ്വപ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുക, കണ്ടോ നിധി, ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം, കല്യാണത്തെക്കുറിച്ച് നിനക്ക് പറയുമ്പോൾ കുറേ നാവാണല്ലോ, അതുപോലെ നമ്മുടെ കാര്യത്തിലും തീരുമാനം നീ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നിധി എന്നിട്ട് സൂക്ഷിച്ച് സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ പറയുക, എന്താ ഞാൻ പറഞ്ഞ് ശരിയല്ലേ, കല്യാണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നടത്തി എല്ലാം ചെയ്തു, പക്ഷേ ഇപ്പോഴും ഡൈവേഴ്സിന് വേണ്ടി നിൽക്കുന്ന നീയല്ലേ ഉള്ളൂ, അതിനൊരു മാറ്റം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ വിളിച്ച് ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പാക്കി വെക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എന്നെ വീണ്ടും കൊണ്ടുപോകുന്നത് എനിക്ക് ഉറപ്പാണ്, ഞാൻ പറയുന്നത് പോലും കേൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിധി. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കുക. ആ സമയത്ത് ഭാസ്കരൻ വന്ന് പറയുന്നുണ്ട്, എന്തായാലും ജാതകമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാനെടുത്ത് തരാം, ഏതെങ്കിലും ഒരു ജോത്സ്യനെ വിളിക്ക്, നല്ല ഒരാളായിരിക്കണം, അന്നത്തെ പോലെ ആയിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അടുത്ത് പറയുകയും നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് നികേഷിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഒരാളെ വരുത്തിക്കാൻ വേണ്ടി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക, ഓരോ കാര്യത്തിനും എപ്പോഴും വഴക്കുണ്ടെങ്കിൽ നടക്കുന്ന ആൾക്കാരായിരുന്നു നികേഷും സുധീഷും എല്ലാവരും ഈ വീട്ടിലുള്ള, പക്ഷേ ഇപ്പോൾ പരസ്പരം സ്നേഹിച്ച് തുടങ്ങിയതും ഇപ്പോൾ സഹോദരങ്ങളാണെന്ന് വില മനസ്സിലാക്കി തുടങ്ങിയതും നിധി വന്നേ പിന്നെയാണ് ഈ ഒരു മാറ്റം. ഇനി അടുത്ത് ഈ വീട്ടിലെ അടുത്തിനി ആരാണോ വരുന്നത് അവർക്കായിരിക്കും ഇനി അടുത്തുള്ള സ്ഥാനം. ആരൊക്കെ വന്നിരുന്നാലും ഇനി നിധിയുടെ സ്ഥാനത്തേക്ക് വേറെ ആരും ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. സുഭാഷ് പറയുന്നുണ്ട്. സുഭാഷ് എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എനിക്കാണെങ്കിൽ സുനന്ദയുടെ കാര്യത്തിൽ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, കല്യാണം പകുതി വെച്ച് നടക്കാതെ പോയതാ. ഇനിയാണെങ്കിൽ എനിക്ക് ഒരു കല്യാണത്തിനോട് താല്പര്യം തോന്നുന്നില്ല. ഓരോ നിമിഷവും സുനന്ദ വരുമ്പോഴത്തേക്കും എനിക്ക് വിഷമം കൂടി വരികയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ശാപമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം ബാക്കി നടന്നിട്ട് ഞാനാണെങ്കിൽ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ വിലകളൊക്കെ എന്തായിരുന്നു എന്ന്. എന്തായാലും ആയിക്കോട്ടെ, നമുക്കിനി ഒരു കല്യാണം, അതാണ് നമ്മുടെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് സുധീഷ് പറയുന്നത് കേട്ടിട്ട് പറയുക, അല്ല എങ്കിൽ നടന്നില്ലെങ്കിൽ നേരെ ഞങ്ങൾ ഹിന്ദിക്കാരെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ വരും, അത് തന്നെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും നിധി പറയുക, അത് ശരി തന്നെയാണ് എന്നും പറഞ്ഞിട്ട് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കേട്ടല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ വീട്ടിലെ ഹിന്ദിക്കാർ വരും, അതാ ഏറ്റവും